ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് വീറ്റ് മോമോസ്, ഗോതമ്പ് മോമോസ്. വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇടാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക. ഇതിൻ്റെ വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും. അഥവാ വെള്ളം കൂടിപ്പോയാൽ കുറച്ചും കൂടെ ഒരു ഗോതമ്പ് മാവ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ എടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം ഒരു 1/2 കപ്പ് സവാളയും കൂടെ ഇട്ടിട്ട് നന്നായി വശക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റും ഒരു 1 കപ്പ് ക്യാബേജും, ഇവയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതായിരിക്കണം. അതേപോലെ എന്നിട്ട് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ 2 പച്ചമുളക് വരെ ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് വശക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി വശക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട്, ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്, എന്നിട്ട് നന്നായിട്ടൊന്ന് വശക്കിയെടുക്കുക. നന്നായിട്ട് വശക്കിയെടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണും കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ മിക്സറിനെ നമുക്ക് ഒരു 10 മിനിറ്റോളം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റാം. ആ സമയം നമുക്ക് നമ്മുടെ മാവ് 10 മിനിറ്റ് ആയി കഴിഞ്ഞ മാവിനെ നമുക്ക് ചെറുതായിട്ട് ചെറിയ ബൗൾസ് ആക്കി എടുക്കുക. ചെറിയ ബൗൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയിൽ നമ്മുടെ ഈ മാവൊന്ന് ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. കൂടുതലായിട്ട് എൻ്റെ തിന്നായി പോകരുത്, ഒരു മീഡിയം തിക്നെസ്സിൽ എടുത്താൽ മതിയാകും. ഒരുപാട് തിന്നായി പോകരുത്, മീഡിയം തിക്നെസ് മതിയാകും. അതിനുശേഷം അതിൻ്റെ സൈഡിൽ ഫുള്ളൊന്ന് നോർമൽ വെള്ളം മതിയാകും. സാധാ പച്ച വെള്ളം എടുത്തിട്ടൊന്ന് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂണോളം മിക്സർ നമുക്ക് അതിൻ്റെ അകത്ത് വച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി എടുക്കാം. ഈ കാണുന്ന രീതിയിലൊന്ന് മടക്കി എടുക്കുക. മടക്കി എടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റും കൂടെ ചെയ്ത് കൊടുക്കുക. എന്നാലേ നമ്മുടെ ഈ മോമോസ് തുറന്നു പോകാതെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് എല്ലാം നന്നായി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മോമോസ് എല്ലാം തയ്യാറാക്കി വെച്ചു. എന്നിട്ട് ഒരു സ്റ്റീമർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുക്കുക. എണ്ണ തടവുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മോമോസ് ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് എണ്ണ ഫുള്ള് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് വയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ മോമോസ് ചെറുതായിട്ടൊന്ന് സൈസ് വർദ്ധിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വയ്ക്കുക. എന്നിട്ടൊരു 10 മുതൽ 15 മിനിറ്റോളം നമുക്ക് സ്റ്റീം ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് മോമോസ് എടുക്കാം. ഇപ്പോൾ നമ്മുടെ മോമോസ് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു യുവർ ചാനൽ. താങ്ക് യു.